എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ 8ാം ക്ലാസ് ഓണപരീക്ഷയുടെ അതായത് കേരള പാഠാവലി മലയാളം ഫസ്റ്റ് ഓണപരീക്ഷയുടെ ആൻസർ കീയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കുളിച്ചു കുറിയിട്ട് പുരികുഴലിൽ പൂക്കൾ തിരുകി ദേവദർശനം കഴിച്ചെത്തുന്ന കേരളീയ വനിതകൾ ഈ നാടിൻ്റെ സാക്ഷാൽ ഗ്രാമലക്ഷ്മിമാരാണ്. ഗ്രാമലക്ഷ്മി എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം എഴുതാനാണ് ചോദ്യം. ഉത്തരം ഗ്രാമത്തിൻ്റെ ലക്ഷ്മി. അടുത്തത്, കണ്ണീര് നനച്ചു നൽകേണ്ട ചില്ലറത്തൊട്ടുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഈ വാക്യത്തിലെ അമ്മമ്മയുടെ ജീവിതാവസ്ഥയ്ക്ക് ഏറ്റവും യോജിച്ചതേത് എന്നാണ് ചോദ്യം. ഉത്തരം ദാരിദ്ര്യ ദുഃഖവും ഉത്തരവാദിത്വവും വർദ്ധിച്ചു. അടുത്ത ചോദ്യം, വാടാതെ വരികൻ്റെ കയ്യിലതുന പീയൂഷ ദമ്പത്തെയും ഭേദിച്ചൻപോട് കൈപ്പവല്ലി തരസ പെറ്റുള്ള പൈതങ്ങളെ. പീയൂഷം എന്ന വാക്കിന് യോജിച്ച പദമേത് എന്നാണ് ചോദ്യം. ഉത്തരം അമൃത്. എനിക്ക് മഴയേക്കാൾ ഇഷ്ടം കാർമുകിലാണ്, എനിക്കത് പ്രചോദനത്തിൻ്റെ നീലക്കാറാണ്. മേഘത്തെക്കുറിച്ച് ലേഖകൻ ഇങ്ങനെ പറയാൻ കാരണമെന്ത്? ഉത്തരം ആശയ സമൃദ്ധി ഉണ്ടാക്കുന്നതിനാൽ. അടുത്തത്, ചേർത്തെഴുതിയാൽ വ്യത്യസ്തമായ പദക്കൂട്ടം ഏതെന്നാണ് ചോദ്യം. ഉത്തരം തിരു പ്ലസ് ആതിര, തിരുവാതിര. അടുത്തത് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ആൻസർ മാത്രമാണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ കരച്ചിൽ, വടുകെട്ടിയ മുഖം, പൊറുതികെട്ട എന്നിങ്ങനെ 2 വരി അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അടിവരയിട്ട പ്രയോഗങ്ങളുടെ അർത്ഥവ്യാപ്തി കണ്ടെത്തി എഴുതാനാണ് ചോദ്യം. സങ്കടത്തിൻ്റെ ആഴം, ദുഃഖത്തിൻ്റെ തീവ്രത, കൂടാതെ ജീവിത പ്രയാസങ്ങളിൽ പെട്ട് വിഷമിക്കുക. 7ാമത്തെ ചോദ്യം, മേഘക്കാഴ്ചകൾ ലേഖകന് ഇത്തരത്തിൽ അനുഭവപ്പെട്ടത് എന്തുകൊണ്ടാവുമെന്നാണ്. മേഘക്കാഴ്ചകൾ ലേഖകനെ ഹഠാത് ആകർഷിക്കുന്നു. പ്രഭാതമേഘങ്ങളുടെ സൗന്ദര്യം പ്രചോദനമുണ്ടാക്കുന്നു. ഇവിടെ താപം. അടുത്ത ചോദ്യം, താപം എന്നത് 2 സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നു. അടിവരയിട്ട പദത്തിന് ഓരോ സന്ദർഭത്തിലും വരുന്ന അർത്ഥവ്യത്യാസം എഴുതാനാണ് ചോദ്യം. ആദ്യ സന്ദർഭത്തിൽ ദേഷ്യം എന്ന അർത്ഥമാണ് തരുന്നത് എങ്കിൽ രണ്ടാമത്തെ സന്ദർഭത്തിൽ ചൂട് എന്ന ആശയമാണ് നൽകുന്നത്. 9ാമത്തെ ചോദ്യം, അമ്മമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ഈ വാക്യങ്ങൾ നൽകുന്ന അറിവുകൾ, തിരിച്ചറിവുകൾ എന്തെല്ലാം? കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. ഇവിടെ കുറച്ച് പോയിന്റുകൾ പങ്കുവയ്ക്കാം. അമ്മയ്ക്ക് കുട്ടികളെ അത്രയും ഇഷ്ടമായിരുന്നു. പേരക്കുട്ടികളായിരുന്നു അമ്മയുടെ സ്വപ്നങ്ങൾ. ഹോസ്റ്റലിൽ ചേർക്കാൻ അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഗതികേട് കൊണ്ടാണ് ഹോസ്റ്റലിൽ ചേർക്കുന്നത്. മക്കളുടെ ചൂടില്ലാത്ത വീട്ടിൽ അവർ ഏകാന്തതയും അനുഭവിച്ച. ചോദ്യം, യാത്ര കാഴ്ചാനുഭവങ്ങൾ മാത്രമല്ല ജീവിതാനുഭവങ്ങൾ കൂടിയാണ് നൽകുന്നത്. നൽകിയിരിക്കുന്ന സന്ദർഭവും പാഠഭാഗവും പരിഗണിച്ച് പ്രസ്താവന വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. കുറിപ്പിൽ ഉൾപ്പെടുത്തുന്ന കുറച്ച് പോയിന്റുകൾ ഇവിടെ നൽകാം. യാത്രകൾ കേവലം കാഴ്ചാനുഭവങ്ങൾ മാത്രമല്ല നൽകുന്നത്, അറിവുകൾ പങ്കുവയ്ക്കുന്നു. വിവിധ സാംസ്കാരിക മുഖങ്ങളെയും വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളാനും പകർത്താനും കഴിയുന്നു. ജീവിതാനുഭവങ്ങൾ വലിയ കൈമാറ്റമാണ് യാത്രാവേള സമ്മാനിക്കുക. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യമാണ്. ഓണവുമായി ബന്ധപ്പെട്ട 2 രചനാഭാഗങ്ങളിലെ നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. ഉത്തരത്തിൽ ഓണം ജീവിതത്തിലെ വഴിത്താവളമായി മാറുന്നു. പ്രതിസന്ധികളും പ്രയാസങ്ങളും മറന്ന് കുറച്ചു ദിവസം പ്രതീക്ഷാ നിർഭരമായി മാറുന്നു. ഓണവും പൂവും മറക്കുന്ന മലയാളി നാട്. ഈ പോയിന്റുകൾ ഉത്തരത്തിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അടുത്തത്, ഈ മുക്തത്തിൻ്റെ സന്ദേശം ഉൾപ്പെടുത്തി സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കാനുള്ള ഇന്നത്തെ ചിന്താവിഷയം തയ്യാറാക്കാനാണ് ചോദ്യം. ഉത്തരത്തിലുള്ള കുറച്ച് പോയിന്റുകൾ നൽകാം. ചിന്താവിഷയം പ്രകൃതി സമഭാവനയുടെ പാഠമാണ് നൽകുന്നത്. നാലപ്പാട്ട് നാരായണ മേനോൻ്റെ ചിന്താർഹമായ മുക്തമാണ് ഇവ. ജാതി, മതം, സമ്പത്ത് എന്നീ വിവേചനങ്ങളിലൂടെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ, പരിഗണന ലഭിക്കാതെ ജീവിക്കുന്നവർ തുടങ്ങിയ പോയിന്റുകൾ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തതായി, ഇവിടെ കാർമുകിലിന് ഗദ്യത്തിലൊരു അർച്ചനാഗീതം എന്ന പാഠത്തിലെ വരികൾ നൽകിയിട്ടുണ്ട്. ലേഖകൻ്റെ ഈ കാഴ്ചപ്പാട് തന്നെയാണോ നിങ്ങളുടേതും? സ്വാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാനാണ് ചോദ്യം. നിങ്ങളുടെ അഭിപ്രായമാണ് ഇവിടെ എഴുതേണ്ടത്. പെയ്യാൻ വിരുമ്പി നിൽക്കുന്ന കാർമേഘത്തിൻ്റെ സൗന്ദര്യം സ്വന്തം അനുഭവങ്ങൾ കാവ്യാത്മകമായി അവതരിപ്പിക്കുന്നു. 14ാമത്തെ ചോദ്യം സാന്ദ്ര സൗഹൃദം എന്ന പാഠവുമായി ബന്ധപ്പെട്ടതാണ്.
പഠനകാലത്തുണ്ടാകുന്ന സൗഹൃദങ്ങളുടെ എന്തെല്ലാം സവിശേഷതകളാണ് പാഠഭാഗത്ത് തെളിയുന്നത് എന്നാണ് ചോദ്യം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സമർത്ഥിക്കുക. സാന്ദീപനി ഗൃഹത്തിലെ ഒന്നിച്ചുള്ള താമസം, തമ്മിൽ ഗാഢമായ സൗഹൃദമുണ്ടായത്, അന്യോന്യം കൈകൾ കോർത്ത് പ്രതിസന്ധിയെ അതിജീവിച്ചത്, ഗുരുവിൻ്റെ അനുഗ്രഹം ഒരുമിച്ച് നേടിയത്, സൗഹൃദത്തിൻ്റെ ദൃഢതയും അത് ജീവിതത്തിന് നൽകുന്ന കരുത്തിനെയും സൂചിപ്പിക്കുന്നു. അടുത്തത് 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അമ്മമ്മ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. അമ്മമ്മയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുകയാണ് വേണ്ടത്. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ ശീർഷകമായി അമ്മമ്മയുടെ കഥാപാത്ര നിരൂപണം എന്ന് എഴുതുക. ശേഷം മക്കളോട് കാണിക്കുന്ന സ്നേഹം, വാത്സല്യം, ജീവിക്കാൻ മറന്ന് മക്കൾക്ക് വേണ്ടി ജീവിച്ചവൾ, കണ്ണുനീർ വറ്റിപ്പോയ ദൈന്യത, ചെരുപ്പിടാതെ നരച്ചുപോയ വസ്ത്രങ്ങൾ അണിഞ്ഞ് നിൽക്കുന്നു, മകളെ സംരക്ഷിക്കാൻ പ്രയാസപ്പെടുന്നത് തുടങ്ങിയ പോയിന്റുകൾ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തത് പൂക്കളും ആണ്ടർതികളും എന്ന പാഠഭാഗത്തെയും പ്രകൃതിയും കേരളീയ ആഘോഷങ്ങളും എന്ന വിഷയത്തിൽ ലഘു ഉപന്യാസം തയ്യാറാക്കാനാണ് ചോദ്യം. ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ശീർഷകം അതോടൊപ്പം തന്നെ ഖണ്ഡികയായി തിരിക്കണം. പ്രകൃതിയും കേരളീയ ആഘോഷവും, കൂടാതെ കേരളം ഒരു കാർഷിക സംസ്ഥാനമാണ് എന്ന ചിന്ത, പൂക്കളുടെ കലവറ കൂടിയായിരുന്നു കേരളം, ഓണം, വിഷു, തിരുവാതിര തുടങ്ങിയ കേരളത്തിലെ പ്രധാന ആണ്ടർതികളെപ്പറ്റിയും, കൂടാതെ കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ് കേരളത്തിലുള്ളത്, അധ്വാനിക്കുക, ആഹ്ലാദിക്കുക, അനുഭവിക്കുക എന്ന് കേരളീയ ജീവിതാദർശം, ഋതുക്കളെ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിൻ്റെ കാർഷിക ജീവിതം രൂപപ്പെട്ടത് എന്ന പോയിന്റ് കൂടി ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇവിടെ തുമ്പപ്പൂവ് എന്നൊരു കവിത നൽകിയിട്ടുണ്ട്. സുഗതകുമാരിയുടെ വരികളാണ്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശീർഷകം കവിയെക്കുറിച്ച്, കവിതയുടെ ആശയം, പ്രയോഗഭംഗികളെല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.